പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മാസ് എന്റർടൈനർ മധുരരാജ. മമ്മൂട്ടി, പൃഥ്വിരാജ്, ശ്രീയാശൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പോക്കിരി രാജ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് മധുരരാജ എത്തുന്നത്. കൊച്ചി എടവനക്കാടിലെ തുരുത്തുകളിലായി നിരവധി സെറ്റുകളായിട്ടാണ് ചിത്രം ഒരുക്കുന്നത്. 9 വർഷങ്ങൾക്ക് ശേഷമാണ് മധുരരാജ വീണ്ടും എത്തുന്നത്. നിലവിൽ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണ് ചിത്രമുള്ളത്. പോക്കറ്റ് രാജ് പോലെ തന്നെ ഒരു മാസ് എന്റർടൈനർ ആയിട്ടാണ് ഇത്തവണയും ചിത്രം എത്തുന്നത്. ചിത്രത്തിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. റിലീസിനായിട്ട് ഒരുങ്ങുന്ന മധുരരാജയുടെ ട്രെയിലറിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകരിപ്പോ. ഇതിനിടെ പുറത്തിറങ്ങിയ ലൊക്കേഷൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. പോക്കിരി രാജ ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ചൊരു ചിത്രമായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം മധുരരാജ എത്തുമ്പോൾ സിനിമ ആളുകളെ രസിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഉദയകൃഷ്ണന്റെ തിരക്കഥയിലാണ് ഇത്തവണയും വൈശാഖ് ചിത്രം ഒരുക്കുന്നത്. സിനിമയിലെ മമ്മൂക്കയുടെ ലുക്ക് തന്നെയാണ് ഇത്തവണയും മുഖ്യ ആകർഷണം. പോക്കറ്റ് രാജയിലെ അതേ ലുക്കിലാണ് താരം എത്തുന്നത്. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മാസ് ചേരുവകളെല്ലാം സിനിമയിൽ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഒരു വലിയ ക്യാൻവാസിലാണ് മധുരരാജ ഇത്തവണയും അണിയിച്ചൊരുക്കുന്നത്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ആരാധകർക്കും ഒരുപോലെ രസിക്കുന്ന തരത്തിലാണ് ചിത്രം എത്തുക എന്ന് സംവിധായകൻ വൈശാഖ് പറഞ്ഞിരുന്നു. പോക്കറ്റ് രാജയിൽ നിന്നും വ്യത്യസ്തമായി ടെക്നിക്കലി കൂടുതൽ മികച്ച പരീക്ഷണങ്ങൾ ചിത്രത്തിലുണ്ടാവും. വൻ താരനിരയാണ് ഇത്തവണ മധുരരാജയിൽ അണിനിരക്കുന്നത്. അനുശ്രീ, ഷംന കാസിം, അന്നാരാജൻ തുടങ്ങിയവർ നായികമാരായി എത്തുന്നു. ഇവർക്കൊപ്പം നെടുമുടി വേണു, സലിം കുമാർ, തമിഴ് നടൻ ജയ്, അജു വർഗീസ്, മഹിമ നമ്പ്യാർ തുടങ്ങിയവരും ചിത്രത്തിലെത്തുന്നു. എല്ലാവരും ചിത്രത്തിലുണ്ടെങ്കിലും പൃഥ്വിരാജ് ഇല്ല എന്നുള്ളത് ആരാധകർക്ക് ചെറിയൊരു നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. പുലിമുരുകനിലെ വില്ലൻ വേഷത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ജഗപതി ബാബുവാണ് സിനിമയിൽ വില്ലൻ വേഷത്തിലെത്തുന്നത്. ഏപ്രിൽ 12-ന് വിഷു റിലീസായിട്ടായിരിക്കും ഈ മാസ് എന്റർടൈനർ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക.